ഹലോ, വെൽക്കം ബാക്ക് ടു വിഷ്വൽ ഡയറീസ്. ഇന്ന് നമ്മൾ കൽപ്പാത്തി പോവാണ് കേട്ടോ. രഥോത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾക്ക് പോകാനൊരു ടൈമും കാര്യങ്ങളൊക്കെ ഇട്ടില്ല. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മ ഞങ്ങളുടെ കല്യാണത്തിന് പാർട്ടിക്ക് ഇട്ടിരുന്നൊരു സാരിയാണ്. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി, ഇഷ്ടം തോന്നി, എടുക്കുന്നു ഗോപാലൻ എന്നും പറഞ്ഞ് ഞാൻ ഇതെടുത്തിരിക്കുകയാണ്. ബാക്കി എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ. അപ്പോൾ അത് 2 സൂചിപ്പിന്നെ കയ്യിലെടുത്തിട്ടുണ്ട് ഫോർ എ സേഫ്റ്റി. എൻ്റെ ബാക്കിലെ ബെഡ് ആരും ശ്രദ്ധിച്ചില്ലല്ലോ അല്ലേ. അതങ്ങനെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നാൽ നമ്മുടെ റൂമൊക്കെ ആകെ അലങ്കോലാവും. അങ്ങനെ ഇതാ പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങി. ഇതാ ഏട്ടൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിന്നാലെ ഇറങ്ങുകയാണ്. ബാക്കി എല്ലാവരും പുറത്തുണ്ട് കേട്ടോ. അതാ കയറാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. നൈറ്റ് എന്തായാലും ലേറ്റ് ആവുന്നുള്ള കാരണം കൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നു. നമ്മുടെ ഡ്രൈവേഴ്സ് പൾബർ എന്താ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പുറത്തൊക്കെ അത്യാവശ്യം കുറച്ച് മഞ്ഞൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇത് കൽപ്പാത്തി എത്തി കേട്ടോ. അതാണ് കൽപ്പാത്തി ഗ്രാമത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഈ വഴിയിലുടനീളം നമ്മൾ എന്ത് കാണുന്നുണ്ട്, ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ വള, മാല, കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇവിടുന്ന് മുതൽ ആ അമ്പലം എത്തുന്നത് വരെയും ഇത് തന്നെയാണ് കാഴ്ചകൾ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ നല്ല പ്രോ ഡ്രൈവറായ കാരണം വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളവിടെ എത്തി. ഇതാണ് കേട്ടോ ഒരു രഥമാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അച്ഛനും അമ്മയും ഇതാ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അമ്മ ഇതിനെന്തോ കുണ്ടിൽ അമ്പലം എന്നോ അങ്ങനെ എന്തോന്ന് പറയും. ഒരു ശിവൻ്റെ അമ്പലം. അത് ശരിക്കും ഒരു കുണ്ടിലാണ്. അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് കൽപ്പാത്തി പുഴയാണ് കേട്ടോ കാണാൻ പറ്റും നമുക്ക്. ഇപ്പം നൈറ്റായ കാരണം പുഴയുടെ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് പോയി തൊഴുത് വരികയാണ്. കണ്ടോ ഉള്ളിൽ വരെ നമുക്ക് കടകളും കടകളിലെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഒരു താത്തേനെ അവിടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ രഥോത്സവത്തിൻ്റെ ടൈമിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ഫ്രണ്ടിലൊക്കെ നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ കമ്മലൊക്കെ എന്ത് ഭംഗിയാലേ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാൻ. കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് വാങ്ങിപ്പോകും. അങ്ങനെയായിരുന്നു. ഇതാണ് നമ്മുടെ നിവ്യ ചേച്ചി എമിക്കുട്ടൻ. ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കട്ടെ ചേട്ടാ എന്നും പറഞ്ഞിട്ടാണ് നിവ്യ ചേച്ചിരിക്കുന്നത്. എന്താ അമ്മയും അച്ഛനും പോകുന്നുണ്ട്. ഞങ്ങളിതാ എമിക്കുട്ടനൊരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കണ്ടോ എത്ര വളകളാണ് നോക്കി, എന്ത് രസമാണ്. നല്ല കുപ്പി വളകൾ കേട്ടോ. ഞാൻ പിന്നെ വളയൊന്നും അങ്ങനെ ഇടാത്ത കാരണം വാങ്ങിയില്ല. ഇത് ഞാൻ എമിക്കുട്ടിന് വാങ്ങിയിട്ടുള്ളൊരു കളിപ്പാട്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മുടെ 90s കിഡിൻ്റെ വികാരം ഇതേ ഇരിക്കുന്നു. കുറേ ചോക്ലേറ്റ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പാക്കറ്റിന് വെറും 20 രൂപ മാത്രം. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ചോക്ക് മിഠായി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ അത്. അതിൻ്റെ ഇപ്പുറത്ത് നിറയെ ചിരാത്, അതുപോലെ തന്നെ ഈ ഭരണിയുടെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും അഫോർഡബിൾ ആണ് എന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. കണ്ടിട്ട് ഇങ്ങനെ നടക്കാം. നമ്മുടെ അഗ്നിക്കുട്ടൻ്റെ പർച്ചേസിങ് ആണ് കേട്ടോ അതൊക്കെ. അവനവിടെ നിന്ന് പർച്ചേസിങ് ഒരു മാജിക് ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇത് ഞാൻ വാങ്ങിയൊരു കമ്മലാണ്. ഇത് നിവ്യ ചേച്ചി വാങ്ങിയിട്ട് 2 കമ്മലുകൾ. എൻ്റെ ബട്ടർഫ്ലൈ കമ്മലുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, ഞാനും വാങ്ങി ഒരെണ്ണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. ആദ്യമിൻ്റെ കേട്ടപ്പല്ല കാണിച്ചേ. പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം നിന്ന് കൈ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിക്കും, ഞാൻ പോയാൽ അവൻ വലിക്കും. ഇതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഒരു അഗ്രഹാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ടേക്കാണ്. നമ്മുടെ ഈ നടക്കുന്ന വീതിയുടെ അപ്പുറവും ഇപ്പുറവും അഗ്രഹാരങ്ങളാണ് കേട്ടോ. കാറ് പാർക്ക് ചെയ്യുന്നത് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിയത്. കാർ എടുക്കുകയാണ്. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഡിക്കിയിലിട്ട് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിയിലുടനീളം നമ്മൾ ഈ കാണുന്നതൊക്കെ അഗ്രഹാരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം അഗ്രഹാര വീതികളാണ്. ആളുകളൊക്കെ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്ത റോഡാണ്. വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്, വേറെ വഴിയിലാണ് കൂടെയാണ് പോകുന്നത്.
ഇത് നമ്മൾ നാളേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇതൊരു പച്ചക്കറി ചന്തയാണ്. ഇവിടെ നല്ല ലാഭത്തിൽ നമുക്ക് പച്ചക്കറികളൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിപ്പോൾ ക്ലോസിങ് ആയ കാരണം അവിടെയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വില പേശിയിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നല്ല കരിഞ്ഞ മണം. എന്താണെന്നല്ലേ, വിശപ്പ്. അതന്നെ. സമയം ഒരുപാട് വൈകിയോണ്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ചോള ഭട്ടൂര മാത്രമേ കിട്ടിയുള്ളൂ. അതും കഴിച്ചിട്ട് വിശപ്പടക്കി നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ. ഇതാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ. ഇത് കോലപ്പൊടിയാണ് കേട്ടോ. അമ്മ നല്ല സൂപ്പറായിട്ട് കോലം ഇടും. അപ്പോൾ ഇതാ ബോള്, പിന്നെ ഇതാ ഭരണി, പിന്നെ അങ്ങനെ കുറേ സ്ലൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വാങ്ങിയിട്ടോ. പീളറാണ് കേട്ടോ കണ്ടത്. പിന്നെ കുറേ ചോക്ലേറ്റും കമ്മലുകൾ, ഇതാ കണ്ടില്ലേ, ഞാൻ വാങ്ങിയ കമ്മലാണ് കേട്ടോ അത്. പിന്നെ അതാ അവിടെ ഒരു പഞ്ഞിമിഠായി കണ്ടോ ആരെങ്കിലും. പിന്നെ 2 കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇമിക്കുട്ടിന് 2 കളിപ്പാട്ടം വാങ്ങി. ആ കാണുന്നത് ഒരു മരത്തിൻ്റെ കളിപ്പാട്ടാണ്. നല്ല ഭംഗിയാണ്, നല്ല സൗണ്ടാണ് കേട്ടോ അത്. ഇതാണ് അദ്വിക്കുട്ടൻ്റെ കളറിങ് ബുക്ക്. ഇത് ഞാൻ വാങ്ങിയൊരു ബാഗാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.